ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഓഗസ്റ്റ് 15 വീഡിയോ ആണ്. നമ്മൾ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശമ്പൂട്ടിന് സ്കൂളിൽ അവധിയാണ്. ഇനി ഒരു 10 ദിവസത്തേക്ക് നമ്മൾ ലീവ് എടുത്തിരിക്കുകയാണ്. കാരണം ഇവിടെ അവധിയൊന്നും അല്ല. അപ്പോൾ പ്രജിയുടെ അവധിയാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്രജിക്ക് അവധി കിട്ടുമ്പോൾ നമ്മൾ ശമ്പൂട്ടിന് ലീവ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. രണ്ടുപേർക്കും കൂടെ ഒരേ സമയത്ത് അവധി കിട്ടുന്നത് കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശമ്പൂട്ടിൻ്റെ ട്രാവൽ ബാഗ് കൊണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഒരു ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. കുറേ നാളായില്ലേ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പോൾ ഓർമ്മ കൂടി ഉണ്ടാവില്ല. കാരണം ഒരു 18 മാസമായി, 1.25 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ട്, നാട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. വരുമ്പോൾ തന്നെ കയ്യിൽ ഫ്ലാഗൊക്കെ എടുത്തിട്ടാണ് വന്നത്. കാരണം ഓഗസ്റ്റ് 15 പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആകാശത്ത് വെച്ചിട്ട് ഫ്ലാഗ് ഇങ്ങനെ ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലാഗ് കൊണ്ട് പറത്തണം എന്നൊക്കെ പറഞ്ഞു. അവൻ്റെ വിചാരം നമ്മൾ ബസ്സിലും ഓട്ടോയിലും പോകുന്ന പോലെ പുറത്തേക്കിട്ട് ഇങ്ങനെ പറത്താൻ പറ്റും എന്നാണ്. ശരി, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് 5 ദോശയും ചട്നിയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കൊണ്ടാക്കാൻ അവരാണ് വന്നത് എയർപോർട്ടിൽ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശംഭു രാവിലെ തൊട്ടേ ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടുന്ന് നിർബന്ധിച്ച് അത് കൊടുത്തു കേട്ടോ. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് രശ്മി നമുക്ക് ആലു പൊറോട്ട തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അവന് കൊടുക്കാൻ ശ്രമിച്ചു. പിന്നെ ഞാനും കഴിച്ചു. എയർപോർട്ടിലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ, നമുക്കൊരു 1:15 ആകുമ്പോഴായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ നേരത്തെ ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ഇനൊക്കെ ചെയ്ത് നമ്മൾ അകത്തിരുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമുക്ക് എയർ ബസ് വന്നു. അതിൽ കയറിയിട്ട് നമുക്കിനി ഫ്ലൈറ്റിലേക്ക് എത്തണമല്ലോ. അപ്പോൾ ശമ്പൂട്ടൻ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നതും. പക്ഷേ അവനതൊന്നും എനിക്ക് തോന്നുന്നു ഓർമ്മയില്ല എന്ന്. പക്ഷേ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്, പക്ഷേ എല്ലാം അങ്ങനെ ഓർമ്മയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്ലൈറ്റുകൾ കണ്ടപ്പോഴത്തേക്ക് അവൻ എല്ലാവർക്കും ബൈ കൊടുക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ ഫ്ലൈറ്റിൽ വരുന്നില്ല, വേറെ ഫ്ലൈറ്റിൽ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് കളിയും കാര്യങ്ങളുമാണ്. എന്നിട്ട് ആൻഡമാനോട് പോർട്ട് ബ്ലെയറിനോട് ബൈ ഒക്കെ പറയുകയാണ്. ഞാൻ 10 ഡേയ്സ് കഴിഞ്ഞ് വരാമേ എന്നൊക്കെ പറഞ്ഞ് അവൻ പോയി. എന്നിട്ട് ഫ്ലൈറ്റിൽ കയറി. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ചെന്നൈയിൽ നിന്നാണ് പ്രജി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക. കാരണം കുറച്ച് ദിവസത്തേക്ക് അവിടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ പ്രജി ഇന്ന് വരും എന്നുള്ള കാര്യമോ ഇന്ന് എയർപോർട്ടിൽ വെച്ച് കാണും എന്നുള്ള കാര്യമോ ശമ്പൂട്ടിന് അറിയില്ല. ഒരു സർപ്രൈസ് കൊടുക്കുന്നതാണ്. പക്ഷേ ആൾ വലിയതായിട്ട് സർപ്രൈസിലൊന്നും ആയിട്ടില്ല കേട്ടോ. സന്തോഷമായി, പക്ഷേ ചമ്മലായിപ്പോയി, നാണമായിപ്പോയി കുറേ ദിവസത്തിന് ശേഷം അച്ഛനെ കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് ആൾ ബുക്ക് വായിക്കണം. അവൻ്റെ ആ ഒരു ബാഗിനകത്ത് അവൻ്റെ ആവശ്യമുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ അത് മുകളിലൊന്നും വെക്കാൻ സമ്മതിച്ചില്ല. അവൻ്റെ കൂടെ തന്നെ വെച്ചിരിക്കുകയാണ് ബാഗും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് അവന് വേണ്ടി ബുക്സും സ്നാക്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവനെ ഈസി ആയിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ ബുക്ക് വായിക്കുവാണ്. കുറേ നേരം വായിച്ചു. പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട് അത് മൂവ് ആവുന്നതിന് മുമ്പ് കുറേ സമയം അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കളിച്ചു. അവർ ഇൻസ്ട്രക്ഷൻസൊക്കെ പറയുമ്പോൾ നല്ല കാര്യമായിട്ട് അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഫ്ലൈറ്റ് മൂവ് ആയി തുടങ്ങിയപ്പോഴത്തേക്ക് പറഞ്ഞു, എനിക്ക് ചെവിക്ക് വേദന എടുക്കുന്നു, നമുക്ക് ഫോൺ കണ്ടാലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ ഒരു പ്രഷറുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോഴത്തേക്ക് ഞാനൊരു മുട്ടായിയൊക്കെ കൊടുത്തു ആൾക്ക്. കുറച്ച് നേരം മുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആൾ ഓക്കെ ആയി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ആ ഒരു പറക്കുന്ന ആ ഒരു ഫീല് അവന് ഭയങ്കരമായിട്ട് അവൻ എൻജോയ് ചെയ്തു കേട്ടോ. അതിനിടയ്ക്ക് അവിടെയുള്ള ബുക്ക്ലെറ്റും കാര്യങ്ങളും ഒക്കെ വായിച്ചു. ഭയങ്കര ഹാപ്പിയായിരുന്നു ആൾ പോകാനായിട്ട്. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ അച്ഛനെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കാരണം നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അവന് മനസ്സിലാവുമല്ലോ അച്ഛൻ വരുന്നുണ്ട് എന്ന്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം എന്നുള്ള രീതിയിലാണ് അവൻ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ചെന്നൈയിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും. നമ്മളാണ് ആദ്യം എത്തുക. പ്രജി എത്താൻ കുറച്ച് ഡിലേ ആവും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങ് പൊങ്ങിക്കഴിയുമ്പോൾ ആ ഒരു വ്യൂ ഇല്ലേ, ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ആകാശത്ത് നിന്ന് ഏതൊരു കടലിനെ കാണുന്ന പോലെ അല്ലല്ലോ. ആൻഡമാനിലെ കടലിന് അതിൻ്റേതായ ആ ഒരു നീല കളറും അതേപോലെ ചെറിയ ചെറിയ ഐലൻഡുകളും ഒക്കെ നമുക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീലല്ലേ. ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കേട്ടോ. ഇങ്ങനെ ഒരു അവസരമൊക്കെ എല്ലാവർക്കും ഒന്നും കിട്ടില്ലല്ലോ. ഇപ്പോൾ എത്രയോ പൈസ കൊടുത്തിട്ടാണ് ഒരു 5 ദിവസത്തേക്ക് 6 ദിവസത്തേക്കൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇവിടെ വന്നിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ടൂറായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് കുറേ നാൾ താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു കേട്ടോ. എല്ലാത്തിനും ഞാൻ എപ്പോഴും താങ്ക് യു പറയുന്നത് പ്രജിയോട് തന്നെയാണ്. നമ്മൾ
വിചാരിക്കുന്നതിനേക്കാട്ടിലും നല്ലൊരു ലൈഫ് നമുക്ക് കിട്ടുമ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ അതിനു വേണ്ടി നിൽക്കുന്നവർക്കാണല്ലോ നമ്മളെപ്പോഴും എന്താണ് അതോടൊപ്പം തന്നെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എപ്പോഴും നമ്മുടെ ഫാമിലി തന്നെയല്ലേ എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ എങ്ങനെ ആകുമ്പോഴും ഒരു സപ്പോർട്ട്. അപ്പം അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു പോയി ഫ്ലൈറ്റിലിരുന്നപ്പോൾ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സൗമ്യേച്ചി ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗമ്യേച്ചി നാളെ പോവുകയാണ്, മീൻസ് അടുത്ത ആഴ്ച പോവുകയാണ്. അപ്പം ഞങ്ങളെ ഇനിയും കാണാൻ പറ്റില്ല, അതുകൊണ്ട് കുറേ സ്നാക്സൊക്കെ തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവന് ഇഷ്ടപ്പെട്ടതൊക്കെ അവൻ്റെ ബാഗിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വെള്ളം അവന് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം മേടിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ കോട്സ് ഇങ്ങനെ ഓരോന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ശമ്പൂട്ടന് വായിച്ചു കൊടുത്ത് അങ്ങനെ കിടക്കുകയാണ് ആൾ. പക്ഷേ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ചെന്നൈ എത്താറാവുമ്പോഴാണ് എണീക്കുന്നത്. അത് ഒരു കണക്കിന് നല്ലതാണ്. അവൻ ഉറങ്ങുമ്പോൾ അത്രയും അങ്ങ് ബോറടിക്കില്ല. ഒരു 2 മണിക്കൂറോളം ഉള്ളൂ. എന്നാലും ആ 2 മണിക്കൂർ കുട്ടികളെ സംബന്ധിച്ച് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഫ്ലൈറ്റിലായതുകൊണ്ട് തന്നെ നെറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല. അതുകൊണ്ട് അവന് ഗെയിംസ് ഒന്നും അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതിൻ്റേതായ ഒരു മൂഡ് ഓഫും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എങ്ങനെയും പിടിച്ചിരുത്താൻ പറ്റില്ല. ഒരേ ബുക്കല്ലേ, കുട്ടികളുടെ ബുക്കാവുമ്പോൾ 5-6 പേജല്ലേ ഉള്ളൂ, അത് വേഗം വായിച്ച് കഴിയും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നൈ എത്തുമ്പോഴത്തേക്ക് അവിടുത്തെ വ്യൂ വളരെ വ്യത്യസ്തമാണ്. നിറയെ തിങ്ങിക്കൂടിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അവിടുത്തെ ഒരു സ്കൈ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ശമ്പൂട്ടൻ ഏകദേശം ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റു. അപ്പോൾ അവൻ്റെ കയ്യിൽ ഫ്ലാഗൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി കൊണ്ടിട്ട് ആ ഒരു പച്ച കളർ മാത്രം കളർ കൊടുത്തു, ബാക്കി മൈലാഞ്ചി കൊണ്ട് രാത്രി തന്നെ വരച്ചൊക്കെ വെച്ചായിരുന്നു കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നൈയിൽ ലാൻഡ് ചെയ്തു. അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഈ ചെന്നൈയിൽ ലാൻഡ് ചെയ്യുമ്പോഴും അവൻ വിചാരിക്കുന്ന ഇനി നമുക്ക് ഓട്ടോറിക്ഷ വരും, വന്നിട്ട് നമ്മൾ അതിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോവാണെന്നാണ്. അടുത്തൊരു ഫ്ലൈറ്റ് വരുന്നു എന്നുള്ള കാര്യം അവന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചെന്ന് കുറേ നേരം ഓടി ഒന്ന് കളിച്ച് ഇരുന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറ്റി കുറേ നേരം ഓടിയൊക്കെ കളിച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ബാത്റൂമിൽ പോകണം, വിശക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയി. അപ്പോൾ ബാത്റൂമിലെല്ലാം കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ബോറടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ഓഫീസേഴ്സിനോടും കാര്യങ്ങളോടൊക്കെ കാര്യമായിട്ട് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ ഇന്നടുത്തു നിന്നാണ് വരുന്നത്, ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത്, അവിടെ എൻ്റെ അമ്മ ഇരിപ്പുണ്ട്, ഇതെങ്ങനെയാണ് കറങ്ങുന്നത്, ഇതിനകത്ത് എന്താ ഉള്ളത്, ആരാ ഉള്ളിൽ നിന്ന് ഈ സാധനമൊക്കെ കറക്കുന്നത്, ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ കുറേ കാണാത്ത കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കുന്നതല്ലേ. അപ്പോൾ ഓരോ ഫ്ലൈറ്റ് വരുമ്പോഴും അവരുടെ ലഗേജ് വരുന്നതും ഒക്കെ അങ്ങനെ അടുത്ത് പോയി നിന്ന് നോക്കി സമയം കളഞ്ഞു. കാരണം ഞങ്ങൾ ഒരു 3 മണി എത്തി, ഒരു 6 മണി 6:30 വരെ നമ്മളവിടെ നിൽക്കണം, എന്നാലാണ് പ്രജി വരുള്ളൂ. അപ്പോൾ ശമ്പൂട്ടന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തേക്ക് ഒരു ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ച് കൊടുക്കാൻ തീരെ ഉദ്ദേശമില്ല. പക്ഷേ പ്രജി എത്തിയിട്ടുണ്ട്. അതെനിക്ക് പ്രജിയുടെ ഫ്ലൈറ്റ് വന്നു, പ്രജി ഇപ്പം അടുത്തേക്ക് എത്തും എന്നറിയാതെ ഇപ്പം ഞാൻ അവനൊരു സർപ്രൈസ് കൊടുക്കുവാണേ. സർപ്രൈസ് വരട്ടെ അമ്മ. കൗണ്ട് ഡൗൺ ചെയ്യും, അല്ല കൗണ്ടിങ് ചെയ്യും 100 വരെ. 20ക്കോ നോക്കട്ടെ അപ്പത്തേക്ക് കിട്ടുമോന്ന്. ശരി, ഒരിടത്ത് അറ്റൻഷനിൽ നിന്നിട്ട് തിരിഞ്ഞു നോക്ക്. ഒന്നുമില്ലേ, നോക്കി സർപ്രൈസ് എന്തെങ്കിലും ഉണ്ടോന്ന്. ഒന്നുമില്ല, ഒന്നുകൂടെ നോക്കി. ആരാ അത്? അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും കാണുന്ന പോലെ എപ്പോഴും പ്രജിനെ കുറച്ച് നാൾ കാണാതിരുന്നിട്ട് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കരച്ചിലും ബഹളമൊക്കെയാണ്. ഇന്നിനി ഒരു പബ്ലിക് പ്ലേസിലാണോ എന്നറിയില്ല. അവന് ഭയങ്കര നാണമായിപ്പോയി. എപ്പോഴും പ്രജിയുടെ അടുത്ത് നിൽക്കാതെ ഇങ്ങനെ ഓടി എൻ്റെ പുറകിലൊക്കെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആൾ ഓക്കെ ആയി. പിന്നെ പുറത്തൊക്കെ കുറച്ച് നേരം ഒന്ന് നടന്നു. അതിനൊക്കെ ശേഷം പ്രജിയുടെ ബാഗെല്ലാം ചെക്കിൻ വീണ്ടും ചെയ്തു. നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നുകൊണ്ട് അങ്ങോട്ടേ നേരെ അങ്ങ് പോകുമായിരുന്നു. അതിനുശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. കാരണം മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നമ്മളായാലും പ്രജയായാലും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ലോബിയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ലോബിയിൽ. അടിപൊളി ഫുഡാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലത്തെ ടേസ്റ്റായിട്ടൊന്നും തോന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഫുഡുകളാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ അല്ലാതെ ഉണ്ടായിരുന്നു,
അത് ചിക്കൻ മാത്രമായിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. പക്കോടയുണ്ട്, ചായ, ജ്യൂസ്, എല്ലാ സാധനങ്ങളും, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്, ചപ്പാത്തീസ് ഉണ്ട്. എങ്ങനത്തെ മീൽ വേണമെങ്കിലും അങ്ങനെ കഴിക്കാം. അടപ്രഥമനുണ്ട്, ചിക്കൻ 65 ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് പ്രിഫർ ചെയ്യാം, എത്ര വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിനിയും അവിടുന്ന് കണ്ണൂർക്കുള്ള ഫ്ലൈറ്റിന് കയറുകയാണ്. അപ്പോൾ രാത്രി ഒരു 11:30-11:45 ആവും നമ്മൾ കണ്ണൂർ എത്താൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ ദിലീപേട്ടൻ ഓട്ടോയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് ആരോടും വരണ്ട പറഞ്ഞു. പൊതുവേ നമ്മൾ വരുമ്പോൾ ആരും വരാറില്ല. അതേപോലെ തന്നെ ഇപ്പോൾ രാത്രിയല്ലേ, വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. എന്തായാലും നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ വരുന്നത് ദിലീപേട്ടൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം വിളിച്ച് സംസാരിച്ച് എത്തിയാൽ മതി, മെല്ലെ എത്തിയാൽ മതി, കുറച്ച് ഡിലേ ആണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാത്രി പകൽ ഇപ്പോൾ എനിക്കിന്ന് മൂന്ന് ഫീലിംഗ് ആയിരുന്നു. കാരണം ആൻഡമാനിൽ നിന്ന് കയറി കഴിയുമ്പോൾ ഉള്ള സ്കൈ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. അവിടുന്ന് ചെന്നൈയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളത് അതിനേക്കാട്ടിലും വേറെ ലെവൽ. അവിടുന്ന് രാത്രി അതേ ചെന്നൈയിൽ നിന്ന് തന്നെ രാത്രി അടുത്ത ഫ്ലൈറ്റിന് കയറുമ്പോഴത്തേക്ക് ആ പകൽ കണ്ട ചെന്നൈയേ അല്ല, അത്രയും അതിമനോഹരമായ ഒരു ഉത്സവ പറമ്പ് പോലെ തോന്നി. കാരണം അത്രയും ലൈറ്റിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അടിപൊളി വ്യൂ ആയിരുന്നു ചെന്നൈയുടെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്, ഡേ വ്യൂവിനെക്കാട്ടിലും. കാരണം എന്താ പറയുക, മിന്നാമിന്നികളുടെ കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന പോലെയോ, അതല്ലെങ്കിൽ എന്താ പറയുക, കുറേ കുഞ്ഞു മാല ബൾബുകൾ ഇങ്ങനെ നിരത്തി പുൽക്കൂട്ടിലിട്ടിരിക്കുന്ന ഫീലോ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. ഒരു ക്രിസ്മസ് വൈബ് പോലെ, നമ്മുടെ നാടൊക്കെ ക്രിസ്മസിനും അല്ലെങ്കിൽ കാർണിവലിനും അല്ലെങ്കിൽ എന്താണ് ദീപാവലിക്കും ഒക്കെ ഒരുങ്ങുന്ന പോലെ അങ്ങനെ ഒരു മിനിയേച്ചർ ലുക്കിൽ കാണാൻ വേണ്ടി അങ്ങനെ തോന്നി എനിക്ക്. അത്രയും അതിമനോഹരമായ വ്യൂ ആയിരുന്നു. കാരണം ആകാശത്തു നിന്ന് മാത്രം കിട്ടുന്ന ഒരു വ്യൂ ഇല്ല, ആ ഒരു ഫീലിംഗ് നമുക്കിപ്പോൾ എങ്ങനെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അത് കാണാതെ എന്തായാലും മനസ്സിലാവില്ല. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അത് വീഡിയോയിൽ പകർത്തിയിട്ട് കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരവസരം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ബെറ്റർ ക്ലാരിറ്റിയിൽ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ശ്രമിക്കാം കേട്ടോ. ഓരോ ദിവസവും കുറച്ചുകൂടെ ക്ലാരിറ്റി കൂട്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ ഒരു നോർമൽ മനുഷ്യൻ്റെ, അതായത് യാതൊരു ആഡംബരങ്ങളും ഇല്ലാതെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ലൈഫ് കാണാൻ ഇഷ്ടമാണ്, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോഴെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ശമ്പൂട്ടൻ അച്ഛൻ്റെ മുകളിൽ നിന്ന് മാറുന്നേ ഇല്ല. അത്രയും അങ്ങ് മിസ്സിങ് പിന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കണ്ണൂരിറങ്ങിയിട്ട് നമ്മുടെ ലഗേജ് എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആദ്യം ബ്രജിയുടെ ലഗേജ് വന്നു, അതിനുശേഷം കുറേ കഴിഞ്ഞിട്ടാണ് എൻ്റെത് വന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ കണ്ണൂർ എയർപോർട്ടിൽ നമുക്ക് പുറത്തുനിന്ന് ഓട്ടോ വരികയാണെങ്കിൽ ഉള്ളിലേക്ക് അവർ കടത്തി വിടില്ല. നമ്മൾ അവിടുന്ന് ഒരു ടാക്സി എടുത്ത് മെയിൻ ഗേറ്റ് വരെ പോയിട്ട് അവിടുന്ന് വേണം നമുക്ക് നമ്മുടെ ഓട്ടോയിൽ കയറി പോകാനായിട്ട്. അപ്പോൾ വിടുമോ ഇല്ലയോ എന്നറിയില്ല, അപ്പോൾ വിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രജിയുടെ ലഗേജ് വന്നു. അത് അച്ഛനും മോനും കൂടെ വേഗം പോയി എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് നേരം കണ്ണൂർ നിന്ന് കറങ്ങി കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കണ്ണൂർ എയർപോർട്ടിൽ വരുന്നത്. ഇങ്ങോട്ട് പോരാൻ നേരം നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ വരെ അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നാണ് ഫ്ലൈറ്റ് എടുത്ത് അങ്ങനെയാണ് പോയത് കേട്ടോ. അപ്പോൾ കണ്ണൂർ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അമ്മാതിരി ആ ഒരു ട്രഡീഷൻ്റെ ഭയങ്കര ഒരു ഫീല് കിട്ടുന്ന ഒരു എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മുടെ നാടൻ കലകളെക്കുറിച്ചൊക്കെ നന്നായിട്ട് വിവരിച്ചിരിക്കുന്ന ചുവർ ചിത്രങ്ങളുള്ള അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള ഒരു ഡെക്കറേഷൻ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള എയർപോർട്ട് അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ലഗേജും വന്നു. അതിനുശേഷം നമ്മൾ അതെല്ലാം കൂടി എടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് ഒരു
1 കിലോമീറ്ററേ ഉള്ളൂ. ആ 1 കിലോമീറ്ററിനപ്പുറത്ത് നമ്മുടെ ഗേറ്റാണ്. ഗേറ്റിൽ നമ്മളെ വിളിക്കാൻ വേണ്ടി ദിലീപേട്ടൻ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ പെട്ടിയും പ്രമാണവും എല്ലാം എടുത്ത് നമ്മൾ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ പിന്നെന്താ, ഒന്നുമില്ല. രാത്രി ചുറ്റുപാടുമുള്ള എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. 12 മണി സമയമല്ലേ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകൾ കാണാനൊന്നുമില്ല. നമ്മൾ ഓട്ടോയിൽ കയറി ദിലീപേട്ടനോട് നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ നമ്മൾ വീടെത്തിയപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും നമ്മളെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉറങ്ങാതെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നുകൊണ്ട് ഇനി ഏതായാലും ഭക്ഷണമൊന്നും വേണ്ട, ചെല്ലുക, കുളിക്കുക, ഫ്രഷ് ആവുക, അടിപൊളിയായിട്ട് കിടന്നുറങ്ങുക. നാളെ തൊട്ട് 1 മിനിറ്റ് നിൽക്കാൻ സമയമില്ലാത്ത ഉള്ള ഓട്ടങ്ങളാണ്. 10 ദിവസത്തെ ലീവിന് പോയിട്ട് 15-20 ദിവസത്തെ പ്ലാനിങ്ങുമായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് കാണാനായിട്ട് നമ്മുടെ അടുത്ത വീഡിയോ കാണുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി. താങ്ക്